ഗായ്സ്, നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ അതുപോലെ വുമൺസ് CPO സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഏകദേശം ഈ സമയമാണ് മെൻ CPO സമരവുമായി ബന്ധപ്പെട്ട് ഏകദേശം 60 ദിവസം നീണ്ടിരുന്ന സമരം. അതിൻ്റെ 1ാം വാർഷികമായിരുന്നു ഈ 12-ാം തീയതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, അവസാനത്തെ ദിവസം ആ മഴയത്ത് എല്ലാവരും ഒരുമിച്ച് ഒരു ചെറിയൊരു ജാഥ പോലെ പോകുന്നതൊക്കെ, ആ വിഷ്വൽസ്, കരഞ്ഞുകൊണ്ട് പോകുന്ന വിഷ്വൽസൊക്കെ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. പക്ഷേ അന്ന് നടന്ന സമരത്തിനോടും ഇപ്പോൾ നടക്കുന്ന സമരത്തിനോടും നമ്മുടെ ഗവൺമെൻറ്, സമരങ്ങളിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിലെത്തിയ, അധികാരത്തിലെത്തിയ നമ്മുടെ ഗവൺമെൻറ് നിലപാടെന്താ വെച്ചാൽ, ഇതൊക്കെ എന്ത്, ഇതിലും വലിയ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും മൈൻഡാക്കാൻ പോകണില്ല എന്നൊരു നിലപാടാണ്. ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ വുമൺസ് CPO കാര്യത്തിലാണെങ്കിലും ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സാമ്പത്തികമില്ലായ്മ തന്നെയാണ്. സാമ്പത്തിക പ്രശ്നം അതിപ്പോഴും തുടരുന്നൊരു സത്യസന്ധമായിട്ടുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള PSCയുടെ നിയമന നില എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഈ നിയമന നിലയുടെ കാര്യത്തിൽ ഗണ്യമായൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ചെയർമാൻ വന്നേ പിന്നെ മെച്ചം എന്താ വെച്ചാൽ എക്സാം എല്ലാം പെട്ടെന്ന് നടത്തുന്നുണ്ട്, അതുപോലെ റാങ്ക് ലിസ്റ്റ് എല്ലാം പെട്ടെന്ന് നടത്തുന്നുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ PSC വൻ മൈലേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ, അത്യാവശ്യം റാങ്ക് ലിസ്റ്റിലുള്ള, അതായത് മേജോറിറ്റി ആൾക്കാർക്കും ജോലി കിട്ടി പോവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ സമരങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, മൈൻഡാക്കുന്നില്ല, സമരം നടത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു തോന്നൽ പലരിലും ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1-2 സമരങ്ങളിലൂടെയല്ല. ഒരു സമരം പാളി, രണ്ടാമത്തെ സമരം പാളി, അതിനാരും മൈൻഡാക്കുന്നില്ല എന്ന് വെച്ച് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ സമരം ചെയ്യുന്നവരുടെ ഭാഗ്യത്തിന് ഈ ഒരു സമരം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായാലോ, അതും അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. സമരങ്ങൾ അവകാശപ്പെട്ടതാണെങ്കിൽ നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ നിയമന നിലയിൽ എല്ലാ വർഷവും ഒരു കുറവ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ട്രെൻഡ് കുറച്ച് കാലത്തേക്ക് തുടരും. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തേത്, ഒരുപാട് പോസ്റ്റുകൾ അബോളിഷ് ചെയ്യുന്നുണ്ട്. പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമില്ലാത്ത പോസ്റ്റുകളെല്ലാം എടുത്തു കളയുന്നുണ്ട്. അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്കൊക്കെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സാധ്യത ഉണ്ടാവേണ്ടതാണ്, പക്ഷേ അവർക്ക് അധികമാണ്, ഈ ഒരു പോസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് ഇപ്പോൾ തോന്നിക്കും. ആദ്യകാലത്തുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തോന്നിക്കും. ആ ഒരു പോസ്റ്റുകളൊക്കെ അബോളിഷ് ചെയ്യും. അപ്പോൾ ഒരാൾക്ക് കിട്ടേണ്ട ആ ഒരു ചാൻസ് കുറയും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകൾ മെർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, പണ്ടൊക്കെ 2-3 ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഒരാൾ മതി. നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ ഇപ്പോൾ നമ്മുടെ ഭരണരംഗത്തെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കടന്നു വരവും നിയമന നിലയെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത്, അവശ്യ സർവീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോലീസ്. ശരിക്കും പറഞ്ഞാൽ പോലീസിലൊക്കെയാണ് കൂടുതൽ നിയമനം നടക്കേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ DGPയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, നമ്മുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ളൊരു പോലീസ് സ്ട്രെങ്ത് ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ തീരുമാനിച്ച് സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ എടുക്കേണ്ടതാണ്. പക്ഷേ അതും ഇപ്പോൾ നടക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമായിട്ട് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. നിങ്ങൾക്കറിയാം, 2017 മുൻപ് വരെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ടാക്സ് വരുമാനം ഉണ്ടായിരുന്നു. അതിനുശേഷം GST വന്നു, നമ്മുടെ ടാക്സുകളെ ഏകോപിപ്പിച്ചു. അന്ന് നമ്മുടെ ഒരുപാട് സംസ്ഥാനങ്ങൾ എതിർത്തു. കാരണം GST വഴി നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ കുറവുണ്ടാവും എന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, കേന്ദ്രത്തോട് പറഞ്ഞു. അപ്പോൾ കേന്ദ്രം ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ 5 വർഷത്തേക്ക് അതിന് പരിഹാരമായിട്ടുള്ള ഒരു എമൗണ്ട് ഇത്തരത്തിലുള്ള, അതായത് നികുതി വരുമാനത്തിൽ കുറവ് സംഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുക്കാൻ വേണ്ടി കരാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 5 വർഷത്തോളം നമുക്ക് കേന്ദ്രം കോമ്പൻസേഷൻ തന്നിരുന്നു. 2022 കേന്ദ്രം ആ പരിപാടി അങ്ങ് നിർത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, വരവ് കുറവും ചിലവ് കൂടുതലാണ്. അതുപോലെ നമുക്ക് കിട്ടുന്നതിൽ കൂടുതൽ പണം എങ്ങനെ ചിലവാകുന്നതായിരിക്കും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, അതുപോലെ പെൻഷൻ, ഈ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും പണം ചിലവാകുന്നത്. അതായത് ഇങ്ങോട്ട് വരുമാനം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ പണം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവ് കൂടുതലും വരുമാനം കുറവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ പിന്നെയും കട എടുക്കണം. അങ്ങനെ കട എടുക്കുകയെന്ന് വെച്ചാൽ തന്നെ കട എടുക്കുന്നതിൽ നമുക്ക് കേന്ദ്ര സർക്കാർ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ നികുതി വരുമാനം കുറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ബാക്കി ഇൻഡസ്ട്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരതൊക്കെ വെച്ചിട്ട് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയില്ല, അങ്ങനെയുള്ള വരുമാനങ്ങളും കുറവാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി വന്നാൽ തന്നെ അത് ആരെങ്കിലൊക്കെ എങ്ങനെയെങ്കിലും പൂട്ടിക്കുകയും ചെയ്യും ഇവിടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റാണ് നമ്മുടെ നിയമന നിലയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ആർക്കും ജോലി കിട്ടാത്ത അവസ്ഥയൊന്നുമില്ല. കാരണം നല്ല റാങ്കുള്ള ആൾക്കാർക്കൊക്കെ ജോലി കിട്ടി പോകുന്നുണ്ട്. പഠിക്കുന്നവർ ലിസ്റ്റിൽ വരാൻ വേണ്ടി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നല്ല അഗ്രസീവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ
പണ്ട് എനിക്ക് 1-ാം റാങ്ക് കിട്ടുമോ, ലിസ്റ്റിൽ വന്നാൽ മതിയായിരുന്നു, അങ്ങനത്തെ തോട്ട് ഒഴിവാക്കിയിട്ട് എനിക്ക് വരണം, എനിക്ക് ആദ്യത്തെ 10 തന്നെ കിട്ടണം എന്നൊരു മൈൻഡ് സെറ്റോടെ പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. മറ്റേ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമ്മുടെ PSCൻ്റെ സൈറ്റിൽ കയറി അതിനകത്ത് റാങ്ക് ലിസ്റ്റ് അതിനെ സെലക്ട് ചെയ്യുമ്പോൾ കുറേ ലിസ്റ്റ് കാണാം, ഇത്രയും കാലം കയറി പ്രിലിംസ് മെയിൻസ്, പക്ഷേ ജോലി കിട്ടില്ല. അപ്പോൾ പഠിക്കുന്നവർ ആദ്യത്തെ 10 വേണ്ടി അല്ലെങ്കിൽ മിനിമം ഒരു കണക്കുണ്ടാവുമല്ലോ, ആ ഒരു ആദ്യത്തെ എത്രയിൽ വന്നാൽ കിട്ടിപ്പോകുന്നുള്ളത്, അതിൽ വരാൻ വേണ്ടി തന്നെ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ വേണ്ടി സമയം കളഞ്ഞുകൊണ്ടിരുന്നാൽ ചുമ്മാ എന്നെയൊക്കെ പോലെ വർഷം പോവുള്ളൂ. സോ പഠിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഓരോ പണിയെടുത്ത് പഠിക്കുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് പാർട്ട് ടൈം പണിയെടുത്ത് രാവിലെ ഒന്നും സമയം കിട്ടാതെ രാത്രി പഠിക്കുന്നവർ, ഉറക്കില്ലാതെ പഠിക്കുന്നവർ, ചിലർ ഭാഗ്യമുള്ളവർ ഒരു ദിവസം മൊത്തം പഠിക്കും, കാരണം അവർക്ക് വേറെ ഭാരിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് പഠിച്ചാൽ മാത്രം മതി, അങ്ങനെ പഠിക്കുന്നവർ. ഇവരെല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം ഉണ്ടാവുക, അതായിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ആദ്യത്തെ ഒരു ഇത്ര റാങ്കിൽ വന്നാൽ മാത്രമേ ജോലി കിട്ടൂ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അത്രയും ഉദാരമായിട്ട് നമ്മളെ കൈയഴിഞ്ഞ് സഹായിക്കണം. അതൊക്കെ സ്വപ്നങ്ങൾ മാത്രം നടക്കുന്ന കാര്യമാണ്. സോ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക.